ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, വാട്സപ്പിൽ നമ്മൾ മറ്റുള്ളവർക്ക് വീഡിയോ സെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാട്സപ്പിൽ വീഡിയോ സ്റ്റേറ്റസായി ഷെയർ ചെയ്യുമ്പോഴോ ആ വീഡിയോ അപ്ലോഡ് ആകാതെ ദ ഫയൽ ഫോർമാറ്റ് ഈസ് നോട്ട് സപ്പോർട്ട് എന്ന് കാണിക്കുന്നുണ്ടോ? എന്നാൽ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിലായി നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് വാട്സപ്പ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ഈ സർക്കിൾ സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഈ കാണുന്ന ഫോഴ്സ് സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ക്യാച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്റ്റോറേജ് ഫ്രീ ആക്കുക. ഇനി നമുക്ക് സ്റ്റാറ്റസ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ വീണ്ടും ദ ഫയൽ ഫോർമാറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലെ സ്റ്റോറേജ് ഒന്ന് ചെക്ക് ചെയ്യുക. മൊബൈൽ സ്റ്റോറേജ് ഫുള്ളായിരുന്നാലും ഈ പ്രോബ്ലം ഉണ്ടാകും. സോ മൊബൈൽ സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ചെയ്യുക. മൊബൈൽ സ്റ്റോറേജ് ക്ലിയർ ചെയ്തതിന് ശേഷവും വാട്സപ്പിൽ വീഡിയോ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വാട്സപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പിലെ ഇമ്പോർട്ടൻ്റ് ഡേറ്റാസ് ബാക്കപ്പ് എടുക്കാൻ. ഈ പ്രൊസീജിയർ എല്ലാം ചെയ്തതിന് ശേഷവും വീഡിയോ സ്റ്റേറ്റസായി ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്യുമ്പോഴോ ദ ഫയൽ ഫോർമാറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് എന്ന് വീണ്ടും കാണിക്കുകയാണെങ്കിൽ ഇൻഷുട്ട് എന്നൊരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് ഈ കാണുന്ന ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന പിപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഗാലറിയിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യാനുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴെ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ MP4 എന്ന് സെലക്ട് ചെയ്യുക. MP4 എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് വാട്സപ്പിൽ സ്റ്റേറ്റസായി ഷെയർ ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്സപ്പിൽ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് സ്റ്റേറ്റസായി ഷെയർ ചെയ്യുമ്പോൾ ദ ഫയൽ ഫോർമാറ്റ് ഈസ് നോട്ട് സപ്പോർട്ട് എന്ന് കാണിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.